ഇനി എന്നാ വേണ്ടത്? ഇനി സക്കാത്ത് ബാത്തിലാക്കണം. അതിനെന്താ പരിപാടി? അതിന് ജമാഅത്ത് ഇസ്ലാമിന്റെ ഭരണഘടനയെ തന്നെ പറയുന്നു, ജമാഅത്ത് അംഗങ്ങൾ തങ്ങളുടെ സക്കാത്ത് ജമാഅത്തിന്റെ പ്രാദേശിക ബൈത്തുൽ മാലിൽ അടക്കുന്നതാണ്. ജമാഅത്ത് അംഗങ്ങളുടെ സക്കാത്തിനെ സംബന്ധിച്ച് ജമാഅത്ത് അമീർ അനുയോജ്യമായ വ്യവസ്ഥകൾ ഉണ്ടാക്കുന്നതാണ്. സഹോദരന്മാരെ, ഭരണഘടന വായിച്ചത്. അപ്പൊ ജമാഅത്ത് ഇസ്ലാമിയുടെ സക്കാത്തിന്റെ വ്യവസ്ഥ അള്ളാഹ് ഉണ്ടാക്കിയ അവർ സ്വീകരിക്കൂല, റസൂലുള്ളാഹ് ഉണ്ടാക്കിയ വ്യവസ്ഥ സ്വീകരിക്കൂല. അത് അമീർ ഉണ്ടാക്കുന്ന വ്യവസ്ഥയാണ്. അങ്ങനെ സക്കാത്തും ബാത്തിലാക്കി മുസ്ലിമീങ്ങളെ ഇസ്ലാം തകരാൻ എന്തൊക്കെയാ വേണ്ടത് മുഴുവനും ജമാഅത്ത് ഇസ്ലാമിന്റെ മൗലവിമാർ ശരിയാക്കിയിട്ടുണ്ട്. ഇനി നിങ്ങൾ കേട്ടോളൂ, ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്കൊരു നോട്ടീസ് കിട്ടി. സക്കാത്ത് സെൽ ഗാന്ധിക്കുന്നു. അയ്യോ, കണ്ണാട്ടിപ്പടിയിലെ എങ്ങനെ 664 ഇവിടെ ഒരു സക്കാത്ത് സെൽ. സക്കാത്ത് ബാത്തിലാക്കണല്ലോ. ഇതെവിടുന്നാണ്? ഒരു പക്ഷേ തെറ്റിദ്ധരിച്ചു പോയ സുന്നികളാരെങ്കിലും ഇതിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവരോട് പറയുന്നു, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങളാണോ? നിങ്ങളുടെ സക്കാത്ത് സെല്ലിൽ കുടുങ്ങിയിട്ടുണ്ടോ? അറിയാതെ പെട്ടതാണെങ്കിൽ ഇന്ന് തന്നെ തൗബ ചെയ്തോ, ഇന്ന് തന്നെ രാജിവെച്ചോ. നിങ്ങൾ ആഖിറത്ത് നഷ്ടപ്പെടുത്തണ്ട. ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ ഒരു കുതന്ത്രമാണ് സക്കാത്ത് സെൽ. അവർക്കതിൽ വിശ്വാസമില്ല, അവരത് അംഗീകരിക്കുന്നില്ല. പക്ഷേ അവര് ജനങ്ങളുടെ പണം തട്ടാൻ വേണ്ടി കണ്ടുപിടിച്ച ശ്രമമാണ്, പരിപാടിയാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല, ഞാൻ ഓരോന്നും തെളിവ് പറയും. തെളിവില്ലാതെ എന്റെ ജീവിതത്തിൽ ഇന്നുവരെ ഞാൻ പ്രസംഗിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പറയുന്നതിനും ഓരോന്നിനും ഞാൻ തെളിവ് പറയും. കേട്ടോളൂ. ആദ്യമായി വായിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രബോധനം വിശേഷാൽ പതിപ്പ്, ശരീഅത്ത് പതിപ്പ്. ആ ശരീഅത്ത് പതിപ്പ് പ്രബോധനത്തിൽ ജമാഅത്ത് ഇസ്ലാമി തന്നെ പറയുന്നു. എന്താ പറയുന്നത്? സക്കാത്ത് ഭരണകൂടം മാത്രമേ സംഭരിച്ച് വിതരണം ചെയ്യാൻ പാടുള്ളൂ. കമ്മിറ്റി അങ്ങനെ സംഭരിച്ച് വിതരണം ചെയ്യാൻ പാടില്ല. ഏതുപോലെ ഇസ്ലാമിക ഭരണാധികാരികൾ കത്തവന്റെ കൈമുറിക്കലും വ്യഭിചാരിയെ എറിഞ്ഞുകൊല്ലലും അതുപോലെ തന്നെ പ്രതികാര കൊലനിർത്തലക്കില്ലേ, അതൊക്കെ ഭരണാധികാരികൾക്കേ ചെയ്യാൻ പറ്റുള്ളൂ, കമ്മിറ്റി ഉണ്ടാക്കി ചെയ്യാൻ പറ്റൂല. അതുപോലെ തന്നെയാണ് സക്കാത്തും ഭരണാധികാരികൾക്ക് മാത്രമേ സംഭരിക്കാൻ പറ്റുള്ളൂ എന്ന് ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രബോധനം ശരീഅത്ത് പതിപ്പ്. ഇനിയിപ്പോ അതിലായത്തൊരു ഞാൻ ഓതണ്ടല്ലോ, അവരെന്നെ പറഞ്ഞ വായിച്ചാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. അതുകൊണ്ട് ആദ്യം കേട്ടോളെ. ഒരു ഭരണകൂടത്തിനു മാത്രം ചെയ്യാൻ കഴിയുന്ന, ഒരു ഭരണകൂടത്തിനു മാത്രം ചെയ്യാൻ കഴിയുന്ന ഒട്ടേറെ നിയമനിർദ്ദേശങ്ങൾ വിശുദ്ധ ഖുർആനിൽ കാണാം. ഖുർആൻ വിശ്വസിക്കാത്ത ഒരാളും സക്കാത്ത് സെല്ലിൽ ഉണ്ടാവില്ലല്ലോ. ഖുർആനിലുള്ള സംഗതിയാണ്. ഒരു മൗലവിന്റെ സ്വന്തം മക പറയല്ല. മൗലവി പറയുന്നത് ഖുർആനിൽ കാണുന്ന സംഗതി മൗലവി പറയാണ്, സിദ്ദീഖ് ഹസൻ പറയാണ്, മൗലവി പറയാണ്. എന്താ പറയുന്നത്? ഒരു ഭരണകൂടത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒട്ടേറെ നിയമനിർദ്ദേശങ്ങൾ വിശുദ്ധ ഖുർആനിൽ കാണാം. എനിക്ക് കേട്ടോളി. സക്കാത്തിന്റെ കാര്യക്ഷമമായ ശേഖരണ വിതരണം, സക്കാത്തിന്റെ കാര്യക്ഷമമായ ശേഖരണ വിതരണം, പലിശ സംബന്ധിച്ച നിയമങ്ങൾ, പ്രതിക്രിയാ വിധികൾ, മോഷണത്തിനും വ്യഭിചാരത്തിനുമുള്ള ശിക്ഷകൾ, ഇവയെല്ലാം ഇക്കൂട്ടത്തിൽ പെടുന്നു. അപ്പൊ മോഷണത്തിനുള്ള ശിക്ഷ, വ്യഭിചാരിക്കുള്ള ശിക്ഷ, അതുപോലെ പലിശ സംബന്ധിച്ച നിയമം, പ്രതിക്രിയാ വിധികൾ, അതുപോലെ സക്കാത്തിന്റെ കാര്യക്ഷമമായ ശേഖരണ വിതരണം, ഇത് ഭരണകൂടത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമാണെന്ന് ഖുർആനിൽ ഉണ്ടെന്ന് ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രബോധനം 1984 നവംബർ ശരീഅത്ത് പതിപ്പ് പേജ് 24 എഴുതി വെച്ചതാണ് സക്കാത്ത് സെല്ലുകാരൻ. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, സക്കാത്ത് സെല്ലുണ്ടാക്കുകയാണ്. എന്നിട്ട് എന്താ ചെയ്യുന്നത്? സക്കാത്ത് സെല്ലുണ്ടാക്കിയിട്ട് ആൾക്കാരോട് സക്കാത്ത് വിരിക്കുകയാണ്. ഇവിടെ കിട്ടിയ നോട്ടീസ് നോക്കാം. സക്കാത്ത് സെൽ ഗാന്ധിക്കുന്ന് കർണാട്ടിപ്പടി എങ്ങനെ 664 ശ്രുതി ബിസ്മിയെല്ലാം ചൊല്ലിയിട്ട് ഇതിലെന്താ പറയുന്നത് കേട്ടോളി. ആദ്യം തന്നെ കള്ളത്തരം പറഞ്ഞോളി. ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ മൂന്നാമത്തേതാണ് സക്കാത്ത്. അത് നേരാണേ. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സമ്പത്തിന്റെ ശുദ്ധീകരണം, സാമൂഹ്യക്ഷേമം തുടങ്ങിയ ലക്ഷ്യ സാക്ഷാത്കാരത്തിനായി ഇസ്ലാം വിഭാവനം ചെയ്ത സക്കാത്ത് നിർഭാഗ്യവശാൽ ഇന്ന് യാതനാ നിർമ്മാണത്തിന് നിമിത്തമായി മാറിയിരിക്കുന്നു. ഇസ്ലാമിന്റെ സക്കാത്ത് യാചന നിർമ്മിക്കാനുള്ളതായി മാറിപ്പോയി പോലും. അതെങ്ങനെ മാറുക? മുതലാളിമാര് അവരെ സക്കാത്ത് സാധുക്കൾക്ക് കൊടുത്താൽ യാചന നിർമ്മിക്കാമോ? കള്ളത്തിന്
ഞാൻ പറഞ്ഞത്. എന്നാ കേട്ടോളി, ബാക്കി കേട്ടോളി. നിമിത്തമായി മാറിയിരിക്കുന്നു സക്കാത്ത്. ഇനി അടുത്ത വാരകാരസോ, സക്കാത്ത് ധനികന്റെ ഔദാര്യമല്ല, ദരിദ്രന്റെ അവകാശമാണ്. പിടിയവിടെ ഇങ്ങനെയാണ് കളവ് പറഞ്ഞ പെട്ടുക. മൗലവി എന്താ പറഞ്ഞു? സക്കാത്ത് ധനികന്റെ ഔദാര്യമല്ല, ദരിദ്രന്റെ അവകാശമാണ്. അവകാശം വാങ്ങാൻ വേണ്ടി അങ്ങോട്ട് പോയാൽ തന്നെ യാചനയാവോ? മൗലവിമാർക്ക് പറയണ മറുപടി, അവകാശം വാങ്ങാൻ ഒരാൾ അപ്പുറം പോയി, അങ്ങോട്ട് പോയി, ഏതാ യാചന എന്ന് പറയോ? ഈ വേങ്ങര കുറേ ബിൽഡിംഗ് ഉണ്ട് മുതലാളിക്ക്, അതിന്റെ വാടക വാങ്ങാൻ വേണ്ടി അയാൾ കെട്ടു, അയാൾ അവകാശം അത് വാങ്ങാൻ വേണ്ടി അങ്ങ് എന്റെ പേര് യാചന. അവകാശം വാങ്ങാൻ പോയാൽ യാചനയാവും. എവിടെയാണ് മൗലവിമാരെ പറഞ്ഞത്? അവകാശം വാങ്ങാൻ പോയാൽ യാചനയാ. അപ്പൊ സക്കാത്തിന്റെ അവകാശികളായ പാവപ്പെട്ടവർ പണക്കാരെടുക്കൽ സക്കാത്തിന് വേണ്ടി വന്നാൽ തന്നെ യാചനയല്ല. കാരണം അത് അവകാശം വാങ്ങാൻ വന്നതാ. അവകാശം വാങ്ങൽ എവിടെ യാചനയായിരുന്നു? മലയാളം അറിയില്ല, അറബി അറിയില്ല, ഖുർആൻ അറിയില്ല, ഹദീസും അറിയില്ല, അറിയില്ല. അല്ലേ അല്ലേ പറ, അവകാശം വാങ്ങൽ യാചനയാ? അവകാശം നിങ്ങളുടെ പറഞ്ഞില്ലേ, ഖുർആനിലല്ലേ ഹഖ്ഖുൽ ലിസാഇലി വൽ മഹ്റൂം അല്ലേ? അത് അവകാശമാ. അപ്പൊ സക്കാത്ത് അവകാശമാ. അവകാശം ചോദിച്ചു വാങ്ങൽ ഒരിക്കലും തന്നെ യാചനയല്ല. യാചന എന്ന് പറയുന്നത് അവകാശമില്ലാത്തത് ചോദിച്ചു വാങ്ങലാണ്. വാടക വാങ്ങൽ യാചനയാണോ മൗലവിമാരെ? മറുപടി പറയണം നിങ്ങൾ. കടം വാങ്ങിയ സംഖ്യ തിരിച്ചു ചോദിക്കൽ യാചനയാണോ? അവകാശം ചോദിക്കൽ യാചനയാണോ? എവിടെന്നാണ് നിങ്ങൾ പഠിച്ചത്? എന്നിട്ട് മുസ്ലിമീങ്ങളെ മുഴുവനും നിസ്സാരപ്പെടുത്തി. നമ്മളെ മുൻഗാമികളായ ആലിമീങ്ങൾ സക്കാത്ത് കൊടുക്കുന്നത് പഠിപ്പിച്ചത് മുഴുവനും നിസ്സാരപ്പെടുത്തി. സുബ്ഹാനല്ലാഹ്, ശാഫി ഇമാം റളിയല്ലാഹു അൻഹു അല്ലേ പറഞ്ഞത്? കിതാബിൽ ഉമ്മിലല്ലേ പറഞ്ഞത്? എന്താ പറഞ്ഞത്? ലാ ഉഹിബ്ബു ലിവാഹിദിൻ മിനന്നാസി അയ്യുവല്ലിയ സക്കാത്ത മാലിഹി ഗൈറഹു. അവനവന്റെ സക്കാത്ത് വേറൊരുത്തരെ ഏൽപ്പിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഈ നോട്ടീസിന്റെ അവസാനത്തിൽ കാണുന്നുണ്ട്. എന്താ കാണുന്നത്? വക്കീലു സക്കാത്ത് എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ പേര്, ഒരു വ്യക്തിന്റെ പേരായതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ശാഫി ഇമാം റഹിമഹുല്ലാഹ് അവിടുന്ന് പറയുന്ന അവരവന്റെ സക്കാത്ത് മറ്റൊരാളെ ബലമേൽപ്പിക്കുന്നത്, ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്താ കാരണം? അവരത് വേണ്ടതുപോലെ കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ പടച്ചവന്റെ അടുക്കൽ ഉത്തരവാദി സക്കാത്ത് കൊടുക്കേണ്ടവനാണല്ലോ. അതുകൊണ്ട് നിന്റെ ആഹാരം രക്ഷപ്പെടുത്താൻ വേണ്ടി നീയല്ലേ ശ്രമിക്കേണ്ടത്. അത് നീ വേറൊരുത്തരെ ഏൽപ്പിച്ചിട്ട് അവരെന്തെങ്കിലും കൈകാര്യം ചെയ്താൽ നീ പടച്ചവന്റെ അടുക്കൽ സക്കാത്ത് കൊടുക്കാത്തവനാണ് ഈ കുടുങ്ങിയല്ലോ. ശാഫി ഇമാം റഹിമഹുല്ലാഹ് പറയുമ്പോ ഈ ഗാന്ധിക്കുന്നിൽ ഇറങ്ങിയൊരു നോട്ടീസ് എന്റെ കയ്യിൽ നിന്ന് കിട്ടിയതാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ ഗാന്ധിക്കുന്നിൽ എങ്ങനെ ഈ പിഴച്ച ആശയം വന്നു? വലിച്ചെറിയണേ മുസ്ലിമീങ്ങളെ. ഈ ആശയം സുന്നത്ത് ജമാഅത്തിന്റേതല്ല, ശാഫി ഇമാമിന്റേതല്ല, ഇമാമിങ്ങളുടേതല്ല. ഇനി നിങ്ങൾ ഇതിന്റെ കണക്കൊന്നു നോക്ക്. ഞാനെന്തിന് ഇത്രയൊക്കെ പറഞ്ഞ കണക്കൊക്കെ അതിന്റെ തിരിയുള്ളത് ശരിയല്ല. കണക്കോട്ടല്ലേ വരവേ. കഴിഞ്ഞ വർഷം താങ്കൾ നൽകിയ RS ഡേഷ് ഉൾപ്പെടെ 73,795 രൂപയാണ് സക്കാത്ത് ഇനത്തിൽ ലഭിച്ചത്. വിശദമായ കണക്കുകൾ താഴെ. ഇതിന്റെ കണക്കൊന്ന് കേട്ടോളി. ഗാന്ധിക്കുന്നിലെ കണക്ക് കേട്ടോളെ. വരവ് തീരുമാനിക്കപ്പെട്ട പദ്ധതികൾക്ക് വേണ്ടി മുൻ വർഷം നീക്കിവെച്ചത് 17,904. അങ്ങനെ സക്കാത്തിന്റെ കമ്മിറ്റിയിൽ കഴിഞ്ഞ കൊല്ലം ഇക്കൊല്ലത്തേക്ക് നീക്കി വെച്ചത് പോലും അങ്ങനെ നീക്കി വെക്കാൻ പറ്റുമോ? ഫത്വയിൽ അറിയില്ലേ? സക്കാത്തിന് അർഹതപ്പെട്ടവർ രാജ്യത്തുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ കൊടുത്തോളണം. അത് പിന്നേക്ക് നീക്കി വെക്കൽ ഹറാമാണ്. അപ്പൊ തന്നെ അവകാശികളുണ്ടോ കൊടുത്തോളണം. അപ്പൊ ഒന്നാമത്തെ കണക്ക് തന്നെ ഹറാമാണ്. കഴിഞ്ഞ കൊല്ലം സക്കാത്ത് വാങ്ങിയിട്ട് പിറ്റത്തെ കൊല്ലത്തേക്ക് നീക്കി വെച്ചിരിക്കുകയാണ്. ഈ കണക്ക് തന്നെ ഹറാമിന്റെ കണക്കാണ്. ഇനി രണ്ടാമത് കേട്ടോളൂ. മുൻ വർഷം നീക്കി വെച്ചത് പിന്നെന്താണ്? സക്കാത്ത് കളക്ഷൻ. അതിന്റെ കളക്ഷനാണ് സക്കാത്ത് കളക്ഷൻ. എന്നിട്ടോ 73,795. പിന്നെ കേട്ടോളെ, വീട് നിർമ്മാണം പകരം വരവേ. വീട് നിർമ്മാണം പകരം വരവേ. പണ്ട് ചങ്ങായി പറഞ്ഞു, എനിക്ക് എന്റെ ഭാര്യ തൊലാക്കിയെല്ലാം വേണ്ടി പിരിഞ്ഞു തരണോ, തൊലാക്കിയെല്ലാം വേണ്ടി
പിരിവരും, പെണ്ണെത്താൻ വേണ്ടി പിരിവരണമൊന്നുമല്ല, പെൺകുട്ടീനെ വിവാഹം കഴിക്കാൻ വേണ്ടി പിരിവരണമൊന്നുമല്ല, ചെറാക്കെല്ലാം വേണ്ടി പിരിവരണോ. ഇതുപോലെ വരവിന്റെ കണക്കായി പറഞ്ഞത് വീട് നിർമ്മാണ വകയിൽ വരവേ, വീട് നിർമ്മാണ വകയിൽ സക്കാത്തിൽ എന്ത് വരവാ, എന്നിട്ട് അതിൽ കൊടുത്തേണ്ടാകുന്നോളി ബ്ലോക്കിൽ നിന്ന് കിട്ടിയ വകയിൽ ഉടമസ്ഥൻ ഏൽപ്പിച്ചത് 27,400. ഇത് സക്കാത്താ. ബ്ലോക്കിൽ നിന്ന് ഉടമസ്ഥൻ 27,400 കൊടുത്താൽ അത് സക്കാത്തിന്റെ ഫണ്ടിലേക്ക് ഇങ്ങനെ വരവാക്കുക. അത് സക്കാത്താ? അത് സക്കാത്തല്ലോ. അത് സക്കാത്തല്ലാത്ത കൂടി സക്കാത്തിന്റെ വരവിലേക്ക്, ബ്ലോക്കിൽ നിന്ന് കിട്ടിയ സക്കാത്തിന്റെ വരവിലേക്ക്. പിന്നെന്താ വരവ്? ബന്ധുക്കൾ സുഹൃത്തുക്കൾ വഴി കിട്ടിയത് 21,240. ഈ ബന്ധുക്കൾ ഇവരെ കൊച്ചിട്ട് കൊടുക്കണോ അങ്ങോട്ടേക്ക്? എന്തിനിങ്ങനെ കൊണ്ടുവരിക്കേണ്ട ആവശ്യം എന്താണ്? നേരെ അങ്ങോട്ടാ പോലെ ലോകമാന്യല്ലേ അത്? ആരും അറിയാണ്ട് കൊടുത്തൂടെ? ആ പാവപ്പെട്ട സാധുവിന് കുടുംബക്കാരന് എന്നാ വേറെ ആരും കൊടുക്കുന്ന ഒരു കിട്ടിയില്ലേ? ഇക്കൊടുത്ത് ആരും കഴിയില്ലല്ലോ. പക്ഷേ അത് കൊണ്ടു ധരിക്കണോ? കുടുംബക്കാരനെ ഞാൻ ചോദിക്കും, നിങ്ങളല്ലേ പറഞ്ഞത് യാതനയാണ് സക്കാത്ത്? എന്നാ സ്വന്തം കുടുംബക്കാരനെ കൊണ്ട് വേറൊരു അന്യനോട് യാചിക്കാൻ നിൽക്കണോ? അന്യനോട് ഒപ്പിട്ട് വാങ്ങണോ? നിങ്ങളെ കുടുംബക്കാരൻ നിങ്ങളെ കൊടുത്തോ? അതിനല്ലേ കുടുംബക്കാരന് സക്കാത്ത് നിങ്ങളെന്നെ കൊടുക്കണോ എന്ന് പഠിപ്പിച്ചെന്തിനാ? അവനൊരു മനസ്സിലൊരു വിഷമമില്ലാതെ വാങ്ങാൻ വേണ്ടിയല്ലേ? എന്നിട്ട് അന്യന്റെ കൈ കൊടുത്തിട്ട് ഇങ്ങോട്ട് കൊടുപ്പിക്കണം. ഏത് കിതാബിലായിട്ട് പറഞ്ഞത്? എന്നിട്ട് കുടുംബക്കാരോട് ഇവര് വാങ്ങിയിട്ട് ഇവരുടെ വകയിൽ ഒരു കൊടുക്കല്. എന്തിനാണ് ഇതിനെ കൊണ്ടുവരുന്ന ആവശ്യം? എനിക്ക് കേട്ടോളി. ചെലവ് ആകത്തെയും വരവ് സക്കാത്ത് വകയുള്ള വരവ് 73,795. എന്നാൽ വീട് നിർമ്മാണം വകയില് ചെലവ് 73,360. പിന്നെ കുറെ ചെലവുണ്ട്. ഇത് കിട്ടിയതാ സക്കാത്ത് വക കിട്ടിയല്ല, ബ്ലോക്കിൽ നിന്ന് വാങ്ങിയത്, മറ്റേ കുടുംബക്കാരോട് വാങ്ങിയത്, അതൊക്കെ കൂടി കൊണ്ടുവച്ച് ഇതിൽ കൂട്ടിച്ചേർത്ത് ചെലവിന്റെ കണക്കൊന്ന് വായിച്ചോളി. മുൻ വർഷം ചെലവഴിച്ച സാധനങ്ങൾ ലഭിച്ചത് എന്നിവ ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല. കുടുംബ പെൻഷൻ ഒരു കുടുംബം 7,250, റമളാൻ ബീഫ് ഈദ് കിറ്റ് 8,856, തയ്യൽ മെഷീൻ 3,300, വിദ്യാഭ്യാസ ഇതുവരെ 4 പേര് 2,793, കിണർ ചുറ്റുമതിൽ നിർമ്മാണം 1,500, പഠനോപകരണ വിതരണം 2,200, കടബാധ്യത തീർക്കാൻ ഒരാൾക്ക് 700. ഞാൻ വിചാരിച്ച് കടബാധ്യതകളും ലക്ഷങ്ങൾ കൊടുത്തിട്ടുണ്ട്. 700 രൂപ. ചികിത്സാ പെൻഷൻ ഒരാൾക്ക് 700, അടിയന്തര ചികിത്സാ 3 പേർക്ക് 750, വീട് വൈദ്യുതീകരണം 750, ആരവര് അനാഥ പഠന സഹായം 400, എത്തിക്കുട്ടിക്ക് 400 കിട്ടി. പിന്നെന്താ കിട്ടിയത്? കൂടെ സ്റ്റേഷനറി ആൻഡ് പ്രിന്റിംഗ് 365. സക്കാത്തിന് ഖുർആനിൽ 8 വിഭാഗത്തിലാണ് പറഞ്ഞത്. അതിന് സ്റ്റേഷനറി പ്രിന്റിംഗ് ഉണ്ടോ? ഇങ്ങനെ വല്ല ഖുർആനിലുണ്ടോ? ഇങ്ങനെ ഖുർആനും സുന്നത്തും പറഞ്ഞിട്ടല്ലേ ഇറങ്ങിയത്? സ്റ്റേഷനറിക്കും പ്രിന്റിംഗിൽ നിങ്ങളെ നോട്ടീസ് അടിക്കാനുള്ള പൈസ മുതലാളിമാരോട് സക്കാത്തിന്റെ സംഖ്യ വാങ്ങിയിട്ട് പ്രസ് കൊടുത്താൽ, മുതലാളിമാരെ പടച്ചവന്റെ കളിക്കന്ന് നിങ്ങൾ കൈകടിച്ചില്ലേ? നിങ്ങളെ പൈസ കൊണ്ടുപോയി സാധുക്കൊക്കെ കൊടുക്കുന്നതിന് പകരം പ്രസ്സിൽ പ്രിന്റിംഗിന്റെ ചെലവ് കൊടുത്തില്ലേ? നോട്ടീസ് അടിക്കാൻ കൊടുത്തില്ലേ? ഇതാ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ആദ്യം തന്നെ പറഞ്ഞത്, നിങ്ങൾ സക്കാത്ത് ആരെങ്കിലും ഏൽപ്പിക്കല്ല കേട്ടോ. നിങ്ങളെ സക്കാത്ത് വീടേണ്ട സ്ഥലത്ത് വിടാതെ എവിടെയെങ്കിലും ചെലവായി പോകും കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞിട്ടുള്ള കണക്ക് കേട്ടോളെ. ഏറ്റെടുത്ത വിവിധ പദ്ധതികളിലേക്ക് നീക്കിയിരിപ്പ് 24,435. ഇക്കൊല്ലം വാങ്ങിയ സക്കാത്ത് അടുത്ത കൊല്ലത്തേക്ക് നീക്കിയിരിപ്പ് കൊടുക്കാതെ ബാക്കി തിരികെ ഇതാണോ സക്കാത്ത്? ഏത് ഫിഖഹിന്റെ ഗ്രന്ഥമാണ് ഇതിന് തെളിവ്? ഏത് ഖുർആനാ തെളിവ്? ഏത് ഹദീസാ തെളിവ്? അതുകൊണ്ട് ഗാന്ധിക്കുന്നിലുള്ള മുസ്ലിമീങ്ങളോടും പറയട്ടെ, ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളോടും പറയട്ടെ, ഈ സക്കാത്ത് കമ്മിറ്റി മുഴുവനും മൗദൂദികളായ ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ പ്രബോധനം വായിച്ചിട്ട് സാധാരണക്കാരെ കൊണ്ടുപോകുന്നതാണ്. നിങ്ങൾക്ക് അല്ലാഹുവിൽ വിശ്വാസമുണ്ടോ? അവര് പറഞ്ഞ പോലെ ചെരുക്കുമ്പോ തുടങ്ങിയിട്ടുള്ള ഒതുങ്ങൾക്ക് വേണ്ട, സക്കാത്ത് സെല്ലി കൊടുക്കുന്ന സക്കാത്ത് വേണ്ട. നിങ്ങൾ മുസ്ലിമീങ്ങളെ ആളുകൾക്ക് നമ്മളെ മുൻകാദികളില്ലേ, മലപ്പുറം ജില്ലയിലെ മമ്പറന്തങ്ങൾ കാണിച്ചൊരു ഇസ്ലാമില്ലേ, മർക്കാദി കാണിച്ചൊരു ഇസ്ലാമില്ലേ, പാണക്കാട് പൂർവ്വകാലത്ത് കഴിഞ്ഞുപോയ മഹാന്മാരായ സയ്യിദന്മാര് കാണിച്ചൊരു ഇസ്ലാമില്ലേ, മഹ്മൂദുകൾ കാണിച്ച ഇസ്ലാമില്ലേ? ആ ഇസ്ലാമിൽ വിട്ടിട്ട് ഈ ഇസ്ലാമിലേക്ക് നിങ്ങൾ ആരും ചേക്കേറേണ്ട കേട്ടോ. ഒന്നുകൂടി പറയട്ടെ, എല്ലാ